നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ച. ഇവിടെ ഒരുപാട് കോർപ്പറേഷനുകളുണ്ട്, നമുക്കറിയാം. പക്ഷെ അവിടെ ഒന്നും തന്നെയുള്ള കോർപ്പറേഷനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചോ അവിടെയുള്ള മേയർമാരെ കുറിച്ചോ അവരുടെ പേരുകളെ കുറിച്ചോ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ എവിടെയും ഒരു ചർച്ചയാകുന്നില്ല. പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നടക്കുന്ന പല നാടകീയ രംഗങ്ങളും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയിലാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തുള്ളവർ പോകുന്നത് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇപ്പോഴത്തെ BJP കോർപ്പറേഷൻ ഭരണത്തെ അങ്ങ് അട്ടിമറിക്കാം, അല്ലെങ്കിൽ മേയറായിട്ടുള്ള VV രാജേഷിന്റെ കസേര അങ്ങ് അവിടുന്ന് തെറിപ്പിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് സാധ്യമാകാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായിരിക്കും ഇനി അടുത്തൊരു കോർപ്പറേഷൻ നടക്കാൻ പോകുന്നൊരു അടിപിടി എന്ന് നമുക്ക് വിശദീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാം? അല്ല, ഈ അവിശ്വാസമൊക്കെ കൊണ്ടുവന്ന് അട്ടിമറിക്കാനായിട്ട് ഒരു തൂക്കുസഭയല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയുണ്ട്, പക്ഷേ ഒരു തൂക്കുസഭയല്ല ഉള്ളത്. 50 പേരും BJP കൗൺസിലർമാരാണ്. 20 കൗൺസിലർമാർ മാത്രമേ കോൺഗ്രസിനുള്ളൂ, 29 കൗൺസിലർ മാത്രമേ LDFിനുള്ളൂ. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ വലിയ ഭൂരിപക്ഷം BJPക്കുണ്ട്. പിന്നെ ഈ കേവല ഭൂരിപക്ഷം എന്നതിലേക്ക് എത്താൻ വേണ്ടി ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തൂക്കുസഭയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആർക്കും അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും അല്ല കോർപ്പറേഷനിലുള്ളത്. ഒരു ഒരു 40-ൽ താഴെ അംഗങ്ങളാണ് BJPക്കുള്ളത്. കുറച്ചധികം സ്വതന്ത്രന്മാർ പിന്തുണയ്ക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ഇത് വളരെ ഉറച്ച ഒരു ഭരണ സംവിധാനം വന്നു കഴിഞ്ഞു. ജനങ്ങൾ നല്ലൊരു ക്ലിയർ മാൻഡേറ്റാണ് BJP കൊടുത്തത്. 101-ൽ 50 സീറ്റും BJP കൊടുത്തു. 2 സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രൻ പരസ്യമായി തന്നെ BJPയെ പിന്തുണച്ചിട്ടുണ്ട്. മറ്റയാളുടെ അഭിപ്രായം എന്ത് നമുക്കറിയില്ല. അത് ഓരോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ അട്ടിമറിക്കാൻ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ ഈ സ്വതന്ത്രൻ എന്ത് നിലപാട് എടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതെ, സ്വതന്ത്രൻ ഇവിടെ ഇപ്പോൾ 2 സ്വതന്ത്രന്മാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ BJPക്കൊപ്പം ഉറച്ച പിന്തുണയുമായി, NDAക്കൊപ്പം ഉറച്ച പിന്തുണയുമായി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ വിഷയമൊന്നുമുള്ള ഒരു കേസല്ല. പക്ഷേ ഈ പറയുന്ന കോർപ്പറേഷനിൽ പ്രതിസന്ധി, ആശങ്ക, തലയെണ്ണൽ ഇതൊക്കെ നടക്കുന്നത് BJPക്കകത്തോ കോൺഗ്രസിനകത്തോ CPMനകത്തോ ഒന്നുമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്താണ്, ന്യൂസ് റൂമുകളിലാണ് ഈ തലയെണ്ണലൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരല്പം പർവ്വതീകരിക്കപ്പെട്ട വാർത്തയാണ് എന്ന് തന്നെ പറയണം ഈ അവിശ്വാസ പ്രമേയം. ഇതിൽ ശബരിനാഥ് തന്നെ ഇന്ന് രാവിലെ പറഞ്ഞു, അവിശ്വാസ പ്രമേയം പാസ്സാവണമെങ്കിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുക്കണമെങ്കിൽ പോലും 34 അംഗങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ അങ്ങനെ വന്നാൽ 20 അംഗങ്ങളുടെ പിന്തുണ മാത്രമേ അവിശ്വാസം കൊണ്ടുവരാൻ പോകുന്ന കോൺഗ്രസിനുള്ളൂ. ഈ അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ, അവിശ്വാസം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ തന്നെ 34 പേര് ഇതിനോടൊപ്പം ഒപ്പിടണമല്ലോ. അപ്പോൾ അതിന് കോൺഗ്രസ് കൊണ്ടുവരുന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ CPMഉം നേതൃത്വം നൽകുന്ന LDF ഒപ്പിട്ട് കൊടുക്കുമെന്നാണോ പറയുന്നത്? കാരണം നഗരസഭാ കാര്യാലയം നമുക്കറിയാം ഇവിടെ പാളയത്താണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് നിയമസഭാ മന്ദിരം. അവിടെ 2 പേർ തമ്മിൽ വലിയ പോരാണ്, LDFും UDFും തമ്മിൽ. ആ പോരപ്പുറത്ത് നടക്കുമ്പോൾ ഒരു കൈകൊടുക്കൽ ഇപ്പുറത്ത് ഒരിക്കലും രാഷ്ട്രീയമായി സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉത്തരം കൃത്യമായി തന്നെ നമ്മുടെ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇത് നയപരമായ കാര്യമാണ്, പാർട്ടിയോട് ആലോചിക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ്. കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയത്തിനോട് തൽക്കാലം ഞങ്ങളില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോലും കോൺഗ്രസിന് കെൽപ്പില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പക്ഷേ അങ്ങനെ ഉള്ള അവസരത്തിലും ഇതൊരു വലിയ വാർത്തയാക്കി ന്യൂസ് റൂമുകളിൽ നിലനിർത്തുകയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഇതാ വീഴാൻ പോകുന്നു എന്നൊരു ഇതുണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ഈ വാർത്തയുടെ ഒക്കെ ലക്ഷ്യം. പക്ഷേ BJPയുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ മേയറുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? അവരാരും ഇതിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നേരിടുന്നത്. കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിശ്വാസം കൊണ്ടുവരാനും 34 അംഗങ്ങളുടെ പിന്തുണ വേണം. കോൺഗ്രസിനതില്ല. അവിശ്വാസം നോട്ടീസ് നൽകാൻ പോലുമുള്ള ശേഷി അവർക്കില്ല. എടുപ്പിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ ഇവിടെ ഒരു ഭരണസ്തംഭനം എന്നുള്ളൊരു ചർച്ച അത് കൊണ്ടുവരികയാണ് ഉദ്ദേശം എന്ന് ഇന്ന് ശബരിനാഥ് പറഞ്ഞു.
മാത്രമല്ല കോൺഗ്രസ് LDF-നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, അവിശ്വാസ പ്രമേയം സംയുക്തമായി നീക്കാമോ എന്ന്. കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വി ശിവൻകുട്ടി BJP-യെ, അദ്ദേഹം അന്ധനായ ഒരു BJP വിരുദ്ധനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് BJP-യെ പുറത്താക്കാൻ എന്തും ചെയ്യും, കോൺഗ്രസുമായി സഹകരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറയുന്നതാണല്ലോ പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് വി ശിവൻകുട്ടി പറഞ്ഞതിനെ നമുക്ക് കണക്കിലെടുക്കണ്ട. പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ എന്തായാലും UDF-ന്റെ അവിശ്വാസ പ്രമേയവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് BJP-യുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. മാത്രമല്ല ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ നാളെ നിർണായകമായ കൗൺസിൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഈ അവിശ്വാസ പ്രമേയം വോട്ടിനിടും എന്ന രീതിയിലാണ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. അവിശ്വാസ പ്രമേയം നാളെ ഇനിയിപ്പോൾ 34 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ നാളെ നോട്ടീസ് കൊടുത്ത് അത് മേയർ ഇനി ചർച്ചയ്ക്ക് വേറൊരു ദിവസമൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും അത് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യമൊന്നും കോർപ്പറേഷനിലില്ല. എന്തായാലും ഇപ്പോൾ ഇപ്പം 5-6 മാസമായി കാണുമല്ലോ നമ്മൾ ഈ ഒരു പുതിയ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത്. ഇതിനിടയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അതിനു മുമ്പും നമ്മൾ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്തും ചർച്ചകളിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷെ അപ്പോൾ പല വിവാദങ്ങളും അതിൻ്റെ പേരിലാണ്, അപ്പോൾ അവിടെ നടന്നിട്ടുള്ള പല അഴിമതികളുടെ പേരിലാണ്. പക്ഷേ ഈ ഒരു കോർപ്പറേഷൻ അധികാരത്തിലേറിയതിനു ശേഷം ഒരു ജനപിന്തുണ, അതുകൊണ്ടാണ് വലിയ രീതിയിൽ പല പ്രവർത്തനങ്ങൾ ജനങ്ങളത് സ്വീകരിച്ചു. ജനങ്ങളെ സ്വാധീനിക്കാനും കയ്യിലെടുക്കാനും സാധിക്കുന്ന പല പ്രവർത്തനങ്ങളും മേയർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പാർട്ടി നോക്കാതെ നമുക്ക് തുറന്നു പറയാനും സാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ ഒരു കോർപ്പറേഷന് ഭരണം അല്ലെങ്കിൽ ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചതെന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു പലയിടത്തും പല പോസ്റ്റുകൾ വായിക്കും, ഈ ഒരു ജനപിന്തുണ കണ്ടതുകൊണ്ടാണ് ഭയന്ന്, വെറും 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുവാണ് 4 വർഷം. അപ്പോൾ അത് കണ്ട് ഭയന്നാണ് ഒരു പക്ഷേ ഇപ്പോഴേ ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം, ഇപ്പോഴും സുഗന്ധന്റെ കാര്യം. അതിന് സമയമുണ്ട്, കോടതി മേയറടക്കം പറയുന്ന സമയമുണ്ടല്ലോ, 4 ആഴ്ച സമയമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ സമരപ്പന്തലൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഈ ഒരു നീക്കം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. അത് തന്നെ സുഗതന്റെ ഒരു വിഷയം, അതൊരു BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക പ്രതിസന്ധിയാണ്. പക്ഷേ അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 4 ആഴ്ചത്തെ സമയമുണ്ട്. 4 ആഴ്ചക്കകം പുനർ സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ അവിടെ നിന്നും എങ്ങനെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക? അതൊരു ഇടക്കാല ജാമ്യാപേക്ഷ BJP മൂവ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ 4 ആഴ്ചക്കകം കിട്ടിയാൽ തീർച്ചയായും ഈ ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞത് കോടതിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി കിട്ടും. 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതിനുള്ള അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP-യുടെ പ്രതീക്ഷ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രതിസന്ധി ഒക്കെയും ഒഴിയുകയാണ്. ഈ 3 കൗൺസിൽ 2 കൗൺസിൽ എന്നൊക്കെ പറയുമ്പോഴും അവിടെ അയോഗ്യനാക്കണമോ വേണ്ടയോ എന്ന് റെക്കമെൻഡ് ചെയ്യേണ്ടത് മേയറാണ്. അപ്പോൾ അത് സിറ്റുവേഷൻ ഇൻ കൺട്രോൾ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ മേയർ കഴിഞ്ഞ ഈ അല്പസമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു, ഈ 5 വർഷത്തേക്കല്ല ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കോർപ്പറേഷനിൽ അധികാരത്തിലിരിക്കുന്നത്. അവർ അടുത്ത 15 വർഷത്തേക്കുള്ള പദ്ധതിയുമായിട്ടാണ് കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത 15 വർഷത്തേക്ക് ശബരിനാഥനോ SP ദീപക്കോ ആ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നൊരു അഭിപ്രായമാണ് BJP നേതാക്കൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. കാരണം 2047 ഇന്ത്യ വികസിത രാജ്യമായി മാറുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തന്നെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ദീർഘവീക്ഷണം ഒക്കെയുള്ള ഒരു നേതൃത്വവും പാർട്ടിയുമാണ് BJP. അപ്പോൾ BJP ഇന്ന് ഭരണത്തിലില്ലാത്ത പാർട്ടി എന്നല്ല. നമുക്കറിയാം, ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അബദ്ധമുണ്ടായിക്കൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ പരിശീലനമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി അവരെ അങ്ങോട്ട് വിളിച്ചത് അവിടെ പോയി ബിരിയാണി കഴിക്കാൻ മാത്രമല്ല, അവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് നടന്നു. അതിനപ്പുറത്തേക്ക് പല നേതാക്കന്മാരുമായും രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തുമുള്ള വിദഗ്ധന്മാരാണ് ഈ BJP-യുടെ കൗൺസിലർമാരെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരെല്ലാം പല ഗ്രൂപ്പുകളായി തിരിച്ച്
പല സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, കോർപ്പറേഷനിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് അത്തരം കോർപ്പറേഷനുകൾ പ്രവർത്തിക്കുന്നത്, അവിടെയൊക്കെ എന്തൊക്കെ പദ്ധതികൾ നടക്കുന്നു എന്നൊക്കെ നേരിട്ട് കണ്ടറിയാനുള്ള അവസരം ഉണ്ടാക്കി. അപ്പോൾ അവിടെ BJP ഈ രംഗത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രൊഫഷണലാണ്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. അധികാരം കിട്ടിയ ഉടനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതയെ അധികാരത്ത് ഒരു താക്കോല് കൊടുത്ത് അവിടെ ഇരുത്തുക, എന്നിട്ട് പിൻവാതിലിലൂടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക, അങ്ങനെ നിയന്ത്രിക്കാനായി മറ്റു ചില നേതാക്കന്മാർ പിന്നിലിരിക്കുക, ഇങ്ങനെയുള്ള ഒരു കളികളല്ല BJPയുടെ ഈ ഒരു ഭരണസമിതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ പ്രൊഫഷണലായി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇവരെ എല്ലാവരെയും പിക്ക് ചെയ്ത് ഡൽഹിക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ തിരിച്ചിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും രണ്ടാളെ സ്വാധീനിച്ച് ഇങ്ങനെ ഭരണത്തെ തള്ളിയിടാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഇതിവിടെ ഒരു തൂക്ക് മന്ത്രിസഭയല്ല. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നു എന്നതിനേക്കാൾ ഉപരി ഈ തൂക്ക് സഭയല്ല തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് മറിച്ചിടാം എന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകണം, BJPക്ക് അകത്ത് സംഘർഷങ്ങളും ചേരികളും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയത്തിനുള്ള സ്കോപ്പുണ്ട്. പക്ഷേ ഈ ഒരു 50-50 എന്നുള്ളത് വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു വോട്ടിംഗ് നില വന്നു കഴിഞ്ഞാൽ പക്ഷെ എന്തായിരിക്കും ചെയ്യുക അടുത്തൊരു? അതാണ് ഒരു വ്യക്തത ഇല്ലാത്തത്. കാരണം അത് നിയമവിദഗ്ധർ ഒരുപക്ഷെ പറയേണ്ടതായിരിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ CPM കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചാൽ, സുഗതൻ ജയിൽ മോചിതനാകാതിരിക്കുകയും ചെയ്താൽ, സ്വതന്ത്രന്മാരിൽ ഒരാളുടെ പിന്തുണ മാത്രം, അതായത് ഇപ്പോൾ ഒരാളുടെ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട്, മറ്റേ സ്വതന്ത്രന്റെ പിന്തുണ BJPക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സുഗതൻ പുറത്തിറങ്ങരുത്, CPM പിന്തുണയ്ക്കണം, സ്വതന്ത്രന്മാരിൽ രണ്ടാമത്തെ ആൾ പിന്തുണയ്ക്കരുത്. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ 50-50 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുകയുള്ളൂ. അപ്പം അങ്ങനെ എത്തിയാൽ പോലും 50 തുല്യ ശക്തിയായി വന്നാൽ പോലും അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മേയർക്കടക്കം വോട്ട് ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷെ വന്നാൽ പോലും അതിനെ അതിജീവിക്കും പാർട്ടി എന്നാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ BJPയെ നമ്മൾ ആ രീതിയിൽ വില കുറച്ച് കാണേണ്ടതില്ല. പിണറായി വിജയനും മകൾക്കുമെതിരായിട്ടുള്ള ഒരു ക്ലിപ്പ് അപ്പുറത്തുണ്ട്. തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണത്തെ തൊട്ടാൽ വീണയെ എടുത്ത് അകത്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇന്ന് BJPക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPയെ ആ രീതിയിൽ കാണണ്ട. BJP എപ്പോഴും സംശുദ്ധ രാഷ്ട്രീയം തന്നെ കളിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് കുറുക്ക് വഴികൾ അവർക്കും അറിയാമല്ലോ, കുറുക്ക് വഴികൾ അവരും തേടും. അപ്പോൾ അങ്ങനെയൊന്നും CPMന് അനങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 45 വർഷത്തെ അഴിമതി, പ്രത്യേകിച്ചും ഇതിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തെ അഴിമതി എവിടെ? തിരുവനന്തപുരം നഗരസഭയിൽ. പല കല്യാണ മണ്ഡപങ്ങളും CPM നേതാക്കന്മാരാണ്, ബിനാമികളാണ് നഗരസഭയുടെ കല്യാണ മണ്ഡപങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പാളയം മാർക്കറ്റിൽ ഗുണ്ടാപിരിവാണ് നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും തെളിവുകളും എല്ലാം ആ മേയറുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സംസ്ഥാന നേതാവിൻ്റെ ഇരട്ടച്ചങ്കൻ്റെ വീട്ടിലേക്ക് തന്നെ കേന്ദ്ര ഏജൻസികൾ കയറിയിരിക്കുന്നു. 2 പ്രാവശ്യം വീണ വിജയനെ ചോദ്യം ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം വിളിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ CPMന് ഈ അവിശ്വാസ പ്രമേയത്തെ എന്തായാലും പിന്തുണയ്ക്കാൻ സാധിക്കില്ല. പിന്നെ നോക്കാമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ BJP രണ്ടും കൽപ്പിച്ചാണ്. അവരൊരു 5 വർഷത്തെ ഭരണത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അവരത് പല പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയോട് കളിക്കാൻ മറ്റ് ചില കളികൾ കോൺഗ്രസ് ആയാലും CPM ആയാലും തിരുവനന്തപുരത്ത് ആയാൽ പോലും, ഇത് ഉത്തരേന്ത്യയിൽ നടക്കില്ല എന്നറിയാം. പക്ഷെ ഉത്തരേന്ത്യയെ പോലെ തന്നെ, ഏതാണ്ട് ഗുജറാത്ത് പോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയും ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ മറ്റുള്ള കോർപ്പറേഷനിലുള്ള മേയർമാരുടെയൊക്കെ പേര് ഒന്നെങ്കിൽ ആ ഒരു കോർപ്പറേഷൻ കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞാൽ ആർക്കും അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു നേതാവ്, എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെയൊക്കെ പത്രസമ്മേളനം ശ്രദ്ധിച്ചറിയാം, കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു കൃത്യം ഉത്തരവുണ്ട്. തിരിച്ചദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കും. അതാണ് രസം. നിങ്ങളത് കണ്ടോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊരു തരത്തിൽ. അപ്പോൾ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു നേതാവ് തിരുവനന്തപുരം മേയറായിട്ട് ഇവിടെ
ഉണ്ട് എന്നുള്ളത് എന്തായാലും കേരളം മൊത്തം അറിയിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ കസാര തെറിപ്പിക്കാനോ അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഒരു തൂക്കുസഭ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു മാധ്യമങ്ങളിൽ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലൊന്ന് കൊട്ടിഘോഷിക്കുന്നു എന്ന് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഇതാ എന്തോ ഒരു അപകടം BJPക്ക് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കുന്നതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമുണ്ട്. കോൺഗ്രസിന്റെ ഒരു നേതൃത്വമാണല്ലോ ഏറെ കാലത്തിന് ശേഷം 20 അംഗങ്ങൾ ഇവിടെയുണ്ട്, നഗരസഭയിലുണ്ട്. അത് 4-5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് 20ആയി. അപ്പോൾ ശബരിനാഥ് മുൻ MLA ആണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് ഇവിടെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നേതാവ് ഈ തുടക്കത്തിൽ തന്നെ ഒരു അവിശ്വാസ പ്രമേയമായി വന്നു. അത് അവതരിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരുടെ ഒരു വില എത്ര ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. അപ്പം ഇനിയൊരു അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞ് ശബരിനാഥ് മിണ്ടിയാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. അപ്പം അതുകൊണ്ട് തുടക്കത്തിലെ ഉള്ള തിരിച്ചടി ഇത് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. മാത്രമല്ല അടുത്തൊരു അവിശ്വാസ പ്രമേയം CPM കൊണ്ടുവരികയാണെന്ന് വിചാരിക്കട്ടെ, അപ്പോൾ കോൺഗ്രസ്സുകാർ ആ വഴിക്ക് പോവില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒത്തുചേർന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ എയും ബിയും സിയും വേണമെങ്കിൽ നമുക്ക് മേയറുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ വയ്ക്കുന്ന BJPയുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ മാത്രം അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാം, അല്ലെങ്കിൽ ഈ പ്ലാനുകളൊക്കെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ള രീതിയിൽ ഒരു മുഴുവൻ 100-ൽ 110% കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെയാണ് മേയർ. അത് നമുക്ക് പത്രസമ്മേളനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹം സംസാരിക്കുന്ന രീതി നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകാം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ നാടകീയതകളാണ്, ആരൊക്കെ ഒന്നാകും ആരൊക്കെ സെപ്പറേറ്റ് ആകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.